ഞാനതിൽ കംപ്ലയിൻറ്റ്സ് ഇല്ല എന്ന് പറഞ്ഞത് എൻ്റെ ഒരു കാര്യം നോക്കിയിട്ടാണ്. ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ അത് സോൾവ് ചെയ്യും. നിങ്ങളുടെ പോക്കറ്റിലുള്ള പൈസയുടെ കാര്യത്തിലും ഒരു പ്രശ്നവും വരില്ല. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ട നിങ്ങളുടെ വണ്ടിക്ക് ഒരു പ്രശ്നം വരില്ല. വണ്ടി എങ്ങനെയാണ്, വണ്ടി ഇങ്ങനെയാണ്, വണ്ടി പോരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വണ്ടിയുടെ കുഴപ്പമില്ല, നിങ്ങളുടെ മൈൻഡ് സെറ്റിൻ്റെ കുഴപ്പമാണ്. നിങ്ങൾക്ക് ഏതാ വണ്ടി, നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം എന്താ, നിങ്ങൾക്ക് എന്താണ് ആവശ്യം, അതായത് ട്രാവലിംഗ് ആണോ, വണ്ടി റോട്ടിൽ കണ്ടിട്ട് നിങ്ങൾ ആ വണ്ടി കൊള്ളാം നാളെ പോയി എടുക്കുക, പൈസയുടെ അതുകൊണ്ട് നാളെ പോയി എടുത്തിട്ട് ലാസ്റ്റ് നിങ്ങൾക്ക് ആ വണ്ടി പ്രയോജനം ഉണ്ടാവില്ല. നിങ്ങൾ ചിലപ്പോൾ വീട്ടിലത്തെ യൂസിനാണ് എടുക്കണം. ഈ വണ്ടി അങ്ങനത്തെ ഒരു വണ്ടിയല്ല. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്കെല്ല്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു സംഭവം എന്താ വെച്ചാൽ, എനിക്കൊരു കമൻറ്റ് വന്നിരുന്നു. അപ്പോൾ കമൻറ്റ് എന്താ വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് കമൻറ്റ്. അതായത് വീഡിയോ തീരെ പോരാ, ഫസ്റ്റ് ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ലാസ്റ്റ് പറയണത് ഫുള്ള് പ്രശ്നങ്ങളും കാര്യങ്ങളും ആണെന്ന്. ഇത് ഏകദേശം ഞാനൊരു 4 വർഷം മുന്നേ ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ തന്നെ നമ്മൾ ഇനിയൊരു കമൻറ്റും കാര്യങ്ങളും നോക്കിയിട്ടാണ് അതിൻ്റെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനാണ് ഇനി വീഡിയോ ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ഇയാളുടെ ഡൗട്ട്സും കാര്യങ്ങളും ക്ലിയർ ചെയ്ത് കൊടുക്കാം. 4 വർഷം മുന്നേ ചെയ്ത വീഡിയോയിൽ ഞാൻ ആ വീഡിയോ ഫുള്ളിരുന്ന് പിന്നെയും ഞാൻ കേട്ടിരുന്നു. ഞാനതിൽ കംപ്ലയിൻറ്റ്സ് ഇല്ല എന്ന് പറഞ്ഞത് എൻ്റെ ഒരു കാര്യം നോക്കിയിട്ടാണ്. ഓക്കെ, അതായത് എനിക്ക് എന്ത് കംപ്ലയിൻറ്റ്സ് വന്നതെന്ന് എനിക്ക് നോക്കേണ്ട ആവശ്യമുള്ളൂ. എനിക്ക് ഈ വണ്ടിയിൽ അങ്ങനെ മേജറായിട്ടുള്ള ഒരു കംപ്ലയിൻറ്റ്സും ഇപ്പോഴും വന്നിട്ടില്ല എന്നേ ഞാൻ പറയുള്ളൂ. ഓക്കെ, അതായത് ഞാൻ എന്നുള്ളൊരു വ്യക്തി ഈ വണ്ടി നോക്കണത് എങ്ങനെയാ വെച്ചാൽ, ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ അത് സോൾവ് ചെയ്യും. അതിൻ്റെ സൊല്യൂഷൻ ഓൺ ദ സ്പോട്ട് ഞാൻ ചെയ്യാറുണ്ട്, അല്ലാതെ ഞാൻ വെച്ചുകൊണ്ടിരിക്കാറില്ല. നമ്മളെ എപ്രീലിയ വാങ്ങിയിട്ട് മെയിൻലി എല്ലാവരും ചെയ്യുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ ഒരു വണ്ടി വാങ്ങിയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഈ വണ്ടിക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർ പിന്നെ അത് നോക്കില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ എക്സോസ്റ്റിന് വൈറ്റ് സ്മോക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, അവർ നോക്കില്ല. അറ്റ്ലീസ്റ്റ് ഒരു സ്പാനറോ അല്ലെങ്കിൽ ഒരു പ്ലെയറോ എടുത്ത് എഞ്ചിൻ ഓയിൽ ഓക്കെ ആണോ, എഞ്ചിൻ ഓയിൽ ഉണ്ടോ എന്ന് നോക്കാൻ വരെ അവർക്ക് മടിയാണ്. ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാർക്ക് പിന്നെ ഒരു 300 രൂപ എഞ്ചിൻ ഓയിൽ ഒഴിക്കേണ്ട ടൈമിൽ ഒരു 10,000-3000 രൂപയുടെ പണി വരും, എഞ്ചിൻ പണി വരാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ട്. അത് എന്നെ സംബന്ധിക്കുന്ന കാര്യമല്ല അത്. ഓക്കെ, ഞാൻ എന്നുള്ളൊരു വ്യക്തി എങ്ങനെയാ വെച്ചാൽ, എൻ്റെ വണ്ടിക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് തുടക്കത്തിൽ തന്നെ സോൾവ് ചെയ്യണ ഒരാളാണ് ഞാൻ. അങ്ങനെ നിങ്ങൾ തുടക്കത്തിൽ തന്നെ സോൾവ് ചെയ്ത് എന്താ വെച്ചാൽ നിങ്ങളുടെ പോക്കറ്റിലുള്ള പൈസയുടെ കാര്യത്തിലും ഒരു പ്രശ്നവും വരില്ല. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ട നിങ്ങളുടെ വണ്ടിക്ക് ഒരു പ്രശ്നം വരില്ല. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞത് പ്രശ്നങ്ങൾ പറയാനായിട്ട് എൻ്റെ വണ്ടിയായിട്ട് എനിക്ക് തന്ന ഒരു പ്രശ്നങ്ങളും ഞാൻ അതുവരെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം, ഞാൻ ആ വീഡിയോ ഇടാം. മീൻസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും എൻ്റെ വീഡിയോ. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു ഇതും ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് ഇങ്ങനൊരു വണ്ടി എനിക്ക് ഇത്ര പണി തന്നു, ഫസ്റ്റ് വണ്ടി നല്ലതാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഈ വണ്ടി ഇത്രയും പണി തന്നു ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിരിക്കുന്നത് പാലക്കാട് ഷോറൂമുകാരുടെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അത് എന്നോട് വന്ന് സംസാരിക്കാറില്ല. മിക്ക എപ്രിലിയ ഓണേഴ്സിനോട് ഞാൻ പറയാറില്ല. എന്താ വെച്ചാൽ, നാട്ടിലത്തെ മിക്ക സർവീസ് സെൻറ്റേഴ്സും ഈ ITI കഴിഞ്ഞവും +2 കഴിഞ്ഞ പിള്ളേരെ വെച്ചിട്ടാണ് സർവീസ് ചെയ്യാറ്. സത്യം പറഞ്ഞാൽ ഇവന്മാർ ഈ വണ്ടി എങ്ങനെയാണ് റിപ്പയർ ചെയ്യുന്നത് പഠിക്കാൻ വേണ്ടി വരുന്നവരാണ് എപ്രിലിയുടെ ഒരു സർവീസ് സ്റ്റേഷനിൽ വരുന്നവർ. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്നവർ ഈ വണ്ടിയിൽ പണി പഠിച്ചിട്ട് അവസാനം നമുക്ക് നല്ല പണി കിട്ടും. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത്. അപ്പോൾ അതാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത്. അല്ല എൻ്റെ വണ്ടി എനിക്കൊരു പണിയൊന്നും, എൻ്റെ വണ്ടി ഇപ്പോൾ ഈ ഓടിക്കൊണ്ടിരിക്കണത് എനിക്ക് കുറേ കംപ്ലയിൻറ്റ്സ് ഡെയിലി വരാറുള്ളതാണ്. വണ്ടിയുടെ വീല് ഇറങ്ങണില്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് കുറേ കംപ്ലയിൻറ്റ്സ് വരാറുള്ളതാണ്. ഓക്കെ, അതൊക്കെ ഇപ്പോൾ അതും മിക്കതും BS6 വണ്ടികളാവും. ഞാനൊരു 4 വർഷം മുന്നേ ചെയ്ത ആ വീഡിയോയിൽ ഞാൻ ഒരു കംപ്ലയിൻറ്റ്സും എൻ്റെ ഈ പൊന്നോമന എനിക്ക് തന്നതായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് പാലക്കാട് ഉണ്ടായിരുന്ന ഒരു കൈസൺ മോട്ടോഴ്സോ അങ്ങനെ എന്തോ ഒരു മോട്ടോഴ്സ്, അത് ഇവനെടുത്ത സ്ഥലം, അവിടുത്തെ ഷോറൂമുകാർ തന്ന പണിയുടെ കാര്യമാണ് ഞാൻ അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ബാക്കിയുള്ള അങ്ങോട്ട് മാറ്റി നിർത്തി ബാക്കിയുള്ളവരോട് ഞാൻ പറയാം, സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പണി നിങ്ങളുടെ വണ്ടിയിൽ കിട്ടുകയാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ചെറിയൊരു സൗണ്ട് വ്യത്യാസം അല്ലെങ്കിൽ ഹാൻഡിലിങ്ങിന് നിങ്ങൾ വിചാരിച്ച സംഭവം ആ ഒരു പണ്ടത്തത് എന്തോ ഒരു മിസ്റ്റേക്ക് തോന്നുകയാണെങ്കിൽ ഉടനെ തന്നെ അടുത്ത് നല്ലോണം അറിയണ ഒരു മെക്കാനിക്കിൻ്റെ അടുത്ത് കൊണ്ടുപോകുക. ഇങ്ങനെ ഒരു ചെറിയ ഡൗട്ട് ഉണ്ട്, എന്താ സംഭവം ചെക്ക് ചെയ്യാൻ പറയുക. എന്തെങ്കിലും ചെറിയ തകരാറേ ഉണ്ടാവുള്ളൂ, അപ്പോൾ അതുകൊണ്ട് സോൾവ് ചെയ്യാം. അതായത് നിങ്ങളത് ഓക്കെ, അത് പിന്നെ നോക്കാം എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ 100 രൂപ കൊണ്ടുകൊടുത്ത് 1000 രൂപ പോണ കാര്യങ്ങളുണ്ട്. ഓക്കെ, എല്ലാ മോട്ടോർ സൈക്കിളും ഓടിക്കാനും ഇതിനും അറിയാത്ത ആൾക്കാരാണ്. ഇപ്പോൾ ഈ അമ്മാവൻ ഇത് ചോദിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇവർക്ക് വേണ്ടത് ഒരു വീട്ടിലും
പറമ്പിലൊക്കെ ഇതെടുക്കണം, അല്ലെങ്കിൽ ഗ്യാസ് ഊറ്റി കൊണ്ടുപോകാനും കുറേ പേര് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഈ ബ്രോ ഈ വണ്ടി എടുത്ത്, പക്ഷേ വീട്ടിൽ യൂസ് ഇല്ല, അപ്പോൾ ഗ്യാസ് കൊണ്ടുപോകാനോ ഒന്നിനും പറ്റണില്ല, ഒരു കടയ്ക്ക് പോയിട്ട് സാധനങ്ങളുണ്ട്. എൻ്റെ സുഹൃത്തുക്കളെ, ഇത് ഒരു അങ്ങനത്തെ ഒരു വണ്ടിയല്ല. ഇപ്പോൾ ആക്റ്റീവയും അതിലൊക്കെ നമുക്ക് അങ്ങനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻഡോർക്ക് എടുക്കാം. അതായത് വണ്ടി പെർഫോമൻസ് അടിപൊളിയാണ്, നല്ല വണ്ടിയാണ് എൻഡോർക്ക്, അടിപൊളി വണ്ടിയാണ്. കൂടെ നിങ്ങൾക്ക് വീട്ടിലത്തെ ആവശ്യങ്ങളും നടത്താം. ഓക്കെ, ഇത് അങ്ങനത്തെ ഒരു വണ്ടിയല്ല. ഇതൊരു പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു റേസ് എഡീഷനായിട്ട് ഇറക്കിയ ഒരു വണ്ടിയിൽ നിങ്ങൾക്ക് ഗ്യാസ് കൂറ്റിയും അരിച്ചാക്കും വെക്കാൻ പറ്റില്ല പറഞ്ഞാൽ എത്ര മണ്ടത്തരാന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് നിങ്ങൾ വണ്ടിയുടെ തലയ്ക്ക് കുറ്റം വെച്ച് എന്നിട്ട് നിങ്ങൾ വണ്ടി വിറ്റിട്ട് ഈ ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനലിൽ കയറിയിട്ട് വണ്ടി എങ്ങനെയാണ്, വണ്ടി ഇങ്ങനെയാണ്, വണ്ടി പോരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വണ്ടിയുടെ കുഴപ്പമല്ല, നിങ്ങളുടെ മൈൻഡ് സെറ്റിൻ്റെ കുഴപ്പമാണ്. നിങ്ങൾക്ക് പറ്റിയൊരു വണ്ടിയല്ല നിങ്ങൾ എടുത്തിരിക്കുന്നത്. അതായത് ഒരു പെണ്ണ് കാണാൻ പോയിട്ട് ഏതെങ്കിലും പെണ്ണിനെ കെട്ടിയിട്ട് കഴിയാന്നുള്ള ഒരു ഇതിൽ നിങ്ങൾ പെണ്ണ് കെട്ടിയിട്ട് അവസാനം പെണ്ണ് സീന ഇതാന്ന് പറയുന്ന ഒരു അവസ്ഥയാണിത്. ഓക്കെ, നിങ്ങൾ ലാസ്റ്റ് ഇങ്ങനെ പറഞ്ഞ് എന്ത് ചെയ്യും? നിങ്ങൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഏതാ വണ്ടി, നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം എന്താ, നിങ്ങൾക്ക് എന്താണ് ആവശ്യം? അതായത് ട്രാവലിംഗ് ആണോ? ട്രാവലിംഗ് ആണെങ്കിൽ എനിക്ക് ഒരു പില്ലൻ റൈഡർ ഒന്നും ഇല്ലെങ്കിൽ സിംഗിളായിട്ട് പോകാൻ പറ്റിയൊരു വണ്ടി അത്. ഞാൻ അങ്ങനെയാണല്ലോ, ഞാൻ ഡെയിലി മീൻസ് എപ്പോഴും നാട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ എപ്പോഴും യൂസ് ചെയ്യണ വണ്ടിയാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഈ വണ്ടി എടുത്തോ. അല്ലാത്തവർ നിങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കുക. അല്ലാതെ ഒരു വണ്ടി റോട്ടിൽ കണ്ടിട്ട്, ഇപ്പോൾ ഈ വണ്ടി റോട്ടിൽ കണ്ടിട്ട് നിങ്ങൾ ആ വണ്ടി കൊള്ളാം നാളെ പോയി എടുക്കുക, പൈസയുടെ അതുകൊണ്ട് നാളെ പോയി എടുത്തിട്ട് ലാസ്റ്റ് നിങ്ങൾക്ക് ആ വണ്ടിയിൽ പ്രയോജനം ഉണ്ടാവില്ല. നിങ്ങൾ ചിലപ്പോൾ വീട്ടിലത്തെ യൂസിനാണ് എടുക്കണം. ഈ വണ്ടി അങ്ങനത്തെ ഒരു വണ്ടിയല്ല, അത് മാമൻ മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാവരും വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് അത് സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രശ്നം വരും. ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് അതാണ്, അതുകൊണ്ട് പറഞ്ഞു തന്നാണ് എല്ലാവർക്കും. എനിക്കറിയാം കുറേ പേര് സഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതിൻ്റെ ഒന്നാമത്തെ കാര്യം നമ്മുടെ നാട്ടിലത്തെ സർവീസ് സെൻറ്ററിൻ്റെ കാര്യങ്ങളും സർവീസ് സെൻറ്ററത്തെ പയ്യന്മാരുടെ കലാവിരുതുകളുമാണ്. അത് ഞാൻ എപ്പോഴും പറയാം. എനിക്ക് നല്ല രീതിയിൽ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് നാട്ടിൽ. കാരണം ഞാൻ നാട്ടിൽ ഇവിടെ നമ്മുടെ ഷോറൂമിൽ നിന്ന് നമ്മുടെ ഷോറൂമിൽ നമ്മൾ സർവീസും ചെയ്ത് നാട്ടിൽ കൊണ്ടുപോയിട്ട് കുറച്ച് നേരം ഓടിയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു പണി കിട്ടാതിരിക്കാനാണ് ഞാൻ നാട്ടിലൊന്ന് സർവീസ് കയറ്റുക. അപ്പോൾ അങ്ങനെ സർവീസ് കയറ്റുമ്പോൾ ഇവന്മാരെന്താ പണിയണമെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ചില ടൈമിൽ ഞാൻ ചോദിക്കും, ഇത് എന്ത് തേങ്ങ നീ പണിത് വെച്ചിട്ടുണ്ടെന്ന്. ഓക്കെ, ഈ +2 അപ്പം ഞാൻ ചോദിക്കാറുണ്ട്, നീയൊക്കെ എന്ത് പഠിച്ചിട്ട് എവിടെ കയറുന്നത്? ITI പഠിച്ചിട്ട് അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് നേരെ കയറി വരിക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ എപ്രിലിയുടെ ഒരു ഷോറൂം എന്ന് പറയുന്നത് ഈ മെക്കാനിക് ശരിക്കൊരു സ്കൂൾ പോലെ, അതായത് ഇത് പഠിപ്പിച്ചു കൊടുക്കാനുള്ള സ്ഥലം, മറ്റുള്ളവരുടെ വണ്ടിയിൽ ഇതൊരു പഠിപ്പിച്ചു കൊടുക്കാനുള്ള സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ അറിയണം. മെക്കാനിക്സ് നോർമലായിട്ട് വീട്ടിൽ പണിയെടുത്ത് കൊടുക്കുന്നുണ്ട്, അവരുടെ അടുത്ത് കൊടുക്കുക വണ്ടി. അല്ലാതെ ഇങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഷോറൂമിൽ കൊടുക്കാതിരിക്കുക. വണ്ടി സേഫാക്കി റൈഡ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കണോ? ബൈ ബൈ ഗായ്.